Hi, welcome to the video. This is Saji from this English Academy. ഇന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പ്രധാനപ്പെട്ട ഇംഗ്ലീഷിലെ വൈറ്റൽ പാർട്സ് ആയിട്ടുള്ള ക്യാൻ അതുപോലെ കുഡ് എന്നീ മോഡൽ വേർബ്സിന്റെ ഉപയോഗങ്ങൾ പഠിച്ചാലോ? യെസ്, ഇവ നമുക്ക് ഇംഗ്ലീഷിൽ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്ന കാര്യം ആയതുകൊണ്ട് തന്നെ ഇവ എന്താണെന്നും എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കപ്പെടുന്നതെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ ക്യാൻ യു ഹെൽപ്പ് മീ, അതുപോലെ കുഡ് യു ഹെൽപ്പ് മീ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് സിമിലർ ആണ് മീനിങ് എങ്കിൽ കൂടി ഇവ തമ്മിൽ ചെറിയ വ്യത്യാസവും വരുന്നുണ്ട്. അപ്പൊ ഇത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക, നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ക്യാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ പ്രസന്റിലെ നമ്മളുടെ എബിലിറ്റിയെ കുറിച്ച്, നമ്മുടെ കഴിവിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്, നമുക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും, കഴിയുമെന്നൊക്കെ പറയാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ക്യാൻ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ കൻ സ്പീക്ക് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും, അതിന്റെ ഒരു കഴിവാണ്. ഓക്കെ, ഐ കൻ സ്പീക്ക് ഇംഗ്ലീഷ്, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും. ഇപ്പോൾ സാധിക്കുന്നതാണ് പറയുന്നത്, പ്രസന്റിലെ ഒരു കാര്യമാണ്. ഓക്കെ, അതുപോലെ ഐ കൻ ഡ്രൈവ് എ കാർ, എനിക്കൊരു കാർ ഓടിക്കാൻ സാധിക്കും. ഓക്കെ, അതിന്റെ ഒരു സ്കില്ലാണ്, എന്റെ ഒരു കഴിവാണ്. ഐ കൻ ഡ്രൈവ് എ കാർ, എനിക്ക് കാർ ഓടിക്കാൻ കഴിയും, കാർ ഓടിക്കാൻ സാധിക്കും. മറ്റൊരു എക്സാമ്പിൾ, ദേ കൻ ഫിനിഷ് ദ വർക്ക് ടുഡേ, അവർക്ക് ഇന്ന് ആ ജോലി പൂർത്തീകരിക്കാൻ സാധിക്കും. ദേ ആർ ഏബിൾ ടു ഡു, അതാണ് അതിന്റെ മീനിങ്. ദേ കൻ ഫിനിഷ് ദ വർക്ക് ടുഡേ, അവർക്ക് ഇന്ന് ആ ജോലി പൂർത്തിയാക്കാൻ കഴിയും. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ഒരാളുടെ കഴിവിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെ? ഒരാൾക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ എന്ത് ഉപയോഗിച്ചിരിക്കുന്നത്? ക്യാൻ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ക്യാൻ ഉപയോഗിക്കുന്നത് പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയിട്ട്, അനുവാദത്തിന് വേണ്ടിയിട്ട്. നമ്മളൊരു കാര്യം ചെയ്തോട്ടെ, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ക്യാൻ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ക്യാൻ ഐ സിറ്റ് ഹിയർ, ഞാൻ ഇവിടെ ഇരുന്നോട്ടെ, അല്ലെ? എനിക്ക് ഇവിടെ ഇരിക്കാൻ സാധിക്കുമോ? ഒരു പെർമിഷൻ വേണ്ടി ചോദിക്കുകയാണ്, അല്ലെ? അതുപോലെ ക്യാൻ ഐ യൂസ് യുവർ ഫോൺ, എനിക്ക് നിന്റെ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ നമുക്ക് പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാം? ക്യാൻ യൂസ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഒരാൾക്ക് സഹായം ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ക്യാൻ ഐ ഹെൽപ്പ് യു, ഞാൻ നിങ്ങളെ സഹായിച്ചോട്ടെ, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ഉദ്ദേശം അവിടെ അയാളെ സഹായിക്കുക എന്നുള്ളതാണ്, ഒരു സഹായം ഓഫർ ചെയ്യുക എന്നുള്ളതാണ്. അവിടെ നിങ്ങൾക്ക് എന്ത് ചോദിക്കാം? ക്യാൻ ഐ ഹെൽപ്പ് യു എന്ന് ചോദിക്കാം. അതുകൊണ്ട് നമ്മൾക്കൊരു കാര്യം റിക്വസ്റ്റ് ചെയ്യാനും ക്യാൻ യൂസ് ചെയ്യാം. നോർമലി ഉള്ള റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ക്യാൻ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ക്യാൻ യു ഹെൽപ്പ് മീ, നിനക്ക് എന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ? ക്യാൻ യു കം വിത്ത് മീ, നിനക്ക് എൻ്റെ കൂടെ വരാൻ സാധിക്കുമോ? ക്യാൻ യു വെയിറ്റ് ഹിയർ ഫോർ എ മൊമെന്റ്, നിനക്ക് കുറച്ചു നേരം ഇവിടെ ഒന്ന് കാത്തു നിൽക്കാൻ പറ്റുമോ? പിന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോസിബിലിറ്റിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്, ജനറലി അത് ശരിയായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ക്യാൻ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ക്യാൻ ഗെറ്റ് വെരി ഹോട്ട് ഇൻ സമ്മർ, സമ്മറിൽ നല്ല ചൂടുണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സ്ട്രോങ് ആയിട്ടൊരു പോസിബിലിറ്റി ആണ്, കാരണം അത് സംഭവിക്കുന്ന കാര്യമാണ്, അല്ലെ? അപ്പൊ ജനറലി ട്രൂ ആണ്. അപ്പൊ ഇറ്റ് ക്യാൻ ഗെറ്റ് വെരി ഹോട്ട് ഇൻ സമ്മർ, സമ്മറിൽ നല്ല ചൂടുണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. മറ്റൊരു എക്സാമ്പിൾ, ടു മച്ച് ഷുഗർ ക്യാൻ കോസ് ഹെൽത്ത് ഇഷ്യൂസ്, അതായത് കൂടുതലായിട്ടുള്ള പഞ്ചസാരയുടെ ഉപയോഗം ആരോഗ്യത്തിന് പ്രശ്നമായേക്കാം, അല്ലെ? അത് ജനറലി ട്രൂ ആണ്, ട്രൂ ആയിട്ടൊരു കാര്യമാണ്, നല്ല പോസിബിലിറ്റി ഉള്ള കാര്യമാണ്. ടു മച്ച് ഷുഗർ ക്യാൻ കോസ് ഹെൽത്ത് ഇഷ്യൂസ്, അതായത് കൂടുതലായിട്ട് പഞ്ചസാര ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്നർത്ഥം. വേറൊരു എക്സാമ്പിൾ, ദിസ് റോഡ് ക്യാൻ ബി വെരി ബിസി ഇൻ ദി ഈവനിങ്, വൈകുന്നേരം ഈ റോഡ് നല്ല ബിസി ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ബിസി ആയേക്കാം എന്നർത്ഥത്തിൽ. അത് സാധാരണ സംഭവിക്കുന്ന കാര്യമായിരിക്കും, നോർമലി അത് ഉണ്ടാവുന്ന ഒരു കാര്യമായിരിക്കും, സ്ട്രോങ് ആയിട്ടൊരു പോസിബിലിറ്റി ആണ്. സോ ദിസ് റോഡ് ക്യാൻ ബി വെരി ബിസി ഇൻ ദി ഈവനിങ് എന്ന് നമുക്ക് പറയാം. എന്നാൽ നമ്മൾ കുഡ് യൂസ് ചെയ്യുന്നത് ക്യാനിന്റെ പാസ്റ്റ് ആയിട്ടാണ്, അതായത് കഴിഞ്ഞ കാലത്ത് നമുക്ക് ഉണ്ടായിരുന്ന നമ്മുടെ എബിലിറ്റിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞു, അല്ലെ? ഒരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിച്ചു, ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നത്? കുഡ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ കുഡ് റൺ ഫാസ്റ്റ് വെൻ ഐ വാസ് യങ്, ഞാൻ യങ് ആയിരുന്ന സമയത്ത് എനിക്ക് വേഗത്തിൽ ഓടാൻ കഴിഞ്ഞിരുന്നു. അതായത് ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്ന ഒരു എബിലിറ്റിയാണ്, അല്ലെ? ഐ കുഡ് റൺ ഫാസ്റ്റ്, എനിക്ക് നന്നായിട്ട് ഓടാൻ, വേഗത്തിൽ ഓടാൻ സാധിച്ചു. വെൻ ഐ വാസ് യങ്, ഞാൻ യങ് ആയിരുന്നപ്പോൾ. വേറൊരു എക്സാമ്പിൾ, ഷീ കുഡ് സിംഗ് വെരി വെൽ ആസ് എ ചൈൽഡ്, ഒരു കുട്ടിയായിരുന്ന സമയത്ത് അവൾക്ക് നന്നായിട്ട് പാടാൻ സാധിച്ചിരുന്നു. അപ്പൊ കുട്ടിയായിരുന്ന സമയത്ത് അവൾക്ക് പാടാനുള്ള കഴിവുണ്ടായിരുന്നു അർത്ഥം. ഷീ കുഡ് സിംഗ് വെരി വെൽ, അവൾക്ക് വളരെ നന്നായിട്ട് പാടാൻ സാധിച്ചു ആസ് എ ചൈൽഡ്, ഒരു കുട്ടി എന്ന നിലയിൽ, അത് കുട്ടിയായിരുന്ന സമയത്ത്. പിന്നെ നമുക്ക് കുഡ് എവിടെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്? പൊളൈറ്റ് ആയിട്ട്, വളരെ മര്യാദയോടുകൂടി ഒരാളോട് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കുഡ് യൂസ് ചെയ്യാം. അതുപോലെ അനുവാദത്തിന് വേണ്ടി വളരെ പൊളൈറ്റ് ആയിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ കുഡ് വെച്ച് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. ഓക്കെ, ക്യാനേക്കാളും പൊളൈറ്റ് ആണ് കുഡ് എന്ന് ഓർക്കുക. ഫോർ എക്സാമ്പിൾ, കുഡ് ഐ സിറ്റ് ഹിയർ പ്ലീസ്, ഞാൻ ദയവ് ചെയ്ത് ഇവിടെ ഇരുന്നോട്ടെ. അപ്പൊ ഭയങ്കര പൊളൈറ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, കുഡ് ഐ സിറ്റ് ഹിയർ പ്ലീസ്, ഞാൻ ദയവ് ചെയ്ത് ഇവിടെ ഇരുന്നോട്ടെ. അതുപോലെ കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ, നിനക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ദയവ് ചെയ്ത് എന്നെ സഹായിക്കാൻ കഴിയുമോ? അത് റിക്വസ്റ്റ് ആണ്, പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് ആണ്. ഏറ്റവും പൊളൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരാളോട് റിക്വസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കുഡ് യൂസ് ചെയ്യാം. ഓക്കെ, കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ, നിങ്ങൾക്ക് ദയവ് ചെയ്ത് എന്നെ സഹായിക്കാൻ പറ്റും. അപ്പൊ പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയിട്ടും റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും വളരെ പൊളൈറ്റ് ആയിട്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് കുഡ്. മറ്റൊരു എക്സാമ്പിൾ, കുഡ് യു പ്ലീസ് കം വിത്ത് മീ, നിനക്ക് ദയവ് ചെയ്ത് എന്റെ കൂടെ വരാൻ സാധിക്കുമോ? കുഡ് യു പ്ലീസ് വെയിറ്റ് ഫോർ മീ, നിനക്ക് ദയവ് ചെയ്ത് എന്നെ കാത്തു നിൽക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ക്യാനിന്റെ ഗുഡിന്റെ ചെറിയ ഡിഫറൻസ് നോക്കാം. ക്യാൻ യു ഓപ്പൺ ദ ഡോർ, നിങ്ങൾക്ക് ആ ഡോർ ഓപ്പൺ ചെയ്യാൻ സാധിക്കും, അത് സാധാരണ നോർമൽ ആയിട്ടുള്ള റിക്വസ്റ്റ് ആണ്. എന്നാൽ കുഡ് യു ഓപ്പൺ ദ ഡോർ എന്ന് ചോദിച്ചാൽ അത് കുറച്ചുകൂടി പൊളൈറ്റ് ആയി, അത് കുറച്ചുകൂടി റെസ്പെക്ട്ഫുൾ ആയി. ഓക്കെ, അപ്പൊ ഒരാളോട് കുറച്ചുകൂടി പൊളൈറ്റ് ആയിട്ട് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യാം? കുഡ് യൂസ് ചെയ്യാം. ഓക്കെ, ക്യാൻ യു ഓപ്പൺ ദ ഡോർ, കുഡ് യു ഓപ്പൺ ദ ഡോർ, രണ്ടും ഒരേ ചോദ്യമാണെങ്കിലും ഒന്ന്
കുറച്ചുകൂടി പൊളൈറ്റ് ആണ്, മറ്റൊന്ന് നോർമൽ ആണെന്ന് അർത്ഥം. പിന്നെ കുഡ് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒരു പോസിബിലിറ്റിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അത് ക്യാനിന്റെ അത്ര ജനറലി ട്രൂ ആവണമെന്നില്ല, അതൊരു പോസിബിലിറ്റി മാത്രമാണ്. ചിലപ്പോൾ സംഭവിക്കാം, ചിലപ്പോൾ സംഭവിക്കില്ല. ഫോർ എക്സാമ്പിൾ, ഇറ്റ് കുഡ് റെയിൻ ടുഡേ, ഇന്ന് മഴ പെയ്തേക്കാം. മേ ബി ഇറ്റ് വിൽ റെയിൻ, മേ ബി ഇറ്റ് വോണ്ട്. ആ അർത്ഥത്തിലാണ് കുഡ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഒരു സാധ്യതയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. മറ്റൊരു എക്സാമ്പിൾ, ദിസ് കുഡ് ബി ദ റൈറ്റ് ആൻസർ, ഇതായിരിക്കാം ശരിയായ ആൻസർ. ഓക്കെ, മേ ബി ഇറ്റ്സ് ട്രൂ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ദിസ് കുഡ് ബി ദ റൈറ്റ് ആൻസർ. ഫോർ എക്സാമ്പിൾ, ഷീ കുഡ് ബി അറ്റ് ഹോം, അവൾ ചിലപ്പോൾ വീട്ടിലുണ്ടാവാം. ഓക്കെ, ഒരു പോസിബിലിറ്റി മാത്രമാണ്. ഐ എം നോട്ട് ഷുവർ, എനിക്ക് ഉറപ്പില്ല എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. ഓക്കെ, ഷീ കുഡ് ബി അറ്റ് ഹോം. നമ്മൾ നേരത്തെ ക്യാനിന്റെ പോസിബിലിറ്റിയെ കുറിച്ച് പഠിച്ചു, അവിടെ കുറച്ചും കൂടി അത് ട്രൂ ആവാനുള്ള സാധ്യത ഉണ്ട്. സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷെ കുഡ് ഉപയോഗിച്ച് നമ്മൾ പോസിബിലിറ്റി പറയുമ്പോൾ അത് വെറും ഒരു സാധ്യത മാത്രമാണ്. ഒരു മേ അല്ലെങ്കിൽ മൈറ്റ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ പറയുന്നത് പോലെ തന്നെയാണ് അത് വരുന്നത് കേട്ടോ. So hope you understand the difference between can and could and their usages. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഗ്രാമർ നിയമങ്ങളൊന്നും ഒരുപാട് പഠിക്കാതെ, ഒരുപാട് നോട്ട്സ് ഒന്നും എഴുതാതെ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് തന്നെ പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ് ഇംഗ്ലീഷ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള അടിപൊളി വീഡിയോ ആയിട്ട് ഇനി കാണാം. അതുവരേക്കും